സ്റ്റുഡൻസ്, നമ്മളിന്ന് ഈ വീഡിയോയിൽ ക്ലാസ് 10th ചാപ്റ്റർ 2 സർക്കിൾസിൻ്റെ സം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. PQRS is cyclic, then it is given that angle P is equal to 3x, angle Q equal to y, angle R equal to x and angle S is equal to 5y. Find all the angles. Okay, in this question it is given that PQRS is cyclic. Cyclic ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് സൈക്ലിക് അല്ലെങ്കിൽ സൈക്ലിക് കോട്ട്ലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു കോട്ട്ലാറ്ററിൻ്റെ 4 വെർട്ടീസസ്, കോട്ട്ലാറ്റർ മീൻസ് 4 സൈഡഡ് ഫിഗറാണ് കോട്ട്ലാറ്ററൽ എന്ന് പറയുന്നത്. ആ കോട്ട്ലാറ്ററിന് 4 വെർട്ടീസസ് ഉണ്ട്. ആ 4 വെർട്ടീസസും സർക്കിളിൽ തന്നെ ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 വെർട്ടീസസ് ലൈ ഓൺ ദ സർക്കിൾ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് സൈക്ലിക്. അപ്പോഴാണ് നമ്മളതിനെ സൈക്ലിക് കോട്ട്ലാറ്ററൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കോട്ട്ലാറ്റർ സൈക്ലിക് ആണെങ്കിൽ നമുക്ക് അറിയാമെന്നുള്ള ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ PQRS സൈക്ലിക് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ P പ്ലസ് ആംഗിൾ R ഇസ് ഈക്വൽ ടു 180 ആണ്. അതേ കണക്ക് ആംഗിൾ എസും ആംഗിൾ Q അത് തമ്മിലുള്ള സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സൈക്ലിക് ആയതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് എന്തെടുക്കാം? ആംഗിൾ P പ്ലസ് ആംഗിൾ R ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് എടുക്കാം. അതിൻ്റെ റീസൺ എന്തെടുക്കാം? ദാറ്റ് ഈസ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, ഇതാണ് റീസൺ. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് കോട്ട്ലാറ്ററൽ ഈസ് 180. അപ്പോൾ ആ ഒരു റീസൺ നമ്മൾ എന്ത് എഴുതിയാലും അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് അതിൻ്റെ റീസൺ കൊടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ ആംഗിൾ P ഇവിടെ നമുക്ക് 3x ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ R എന്ന് പറയുന്നത് x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഈക്വൽ ടു 180 ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് 3x പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 4x ഇസ് ഈക്വൽ ടു 180. നമുക്ക് അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ എത്രയായിട്ട് എടുക്കാം? 180 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടും. 180 ഡിവൈഡഡ് ബൈ 4 45 ഡിഗ്രി. ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് ആംഗിൾ P എന്ന് പറയുന്നത് 3x ആണ്. അപ്പോൾ ആംഗിൾ P ഈസ് ഈക്വൽ ടു 3x ആണ്. ദാറ്റ് ഈസ് 3 ഇൻറ്റു 45 എന്ന് പറഞ്ഞെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 135 ആണ്. ദെൻ ആംഗിൾ R ഇസ് ഈക്വൽ ടു x തന്നെയാണ്. ദാറ്റ് ഈസ് 45 ഡിഗ്രി. ഇനി ഇതേ രീതിയിൽ നമുക്ക് ആംഗിൾ എസും ആംഗിൾ ക്യൂവും കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ആയിട്ട് എടുക്കാം. അതായത് ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ. ഓക്കെ, ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സെയിം റീസൺ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് കോട്ട്ലാറ്ററൽ 180 അത് എഴുതണം. അതേ കണക്ക് ആംഗിൾ എസ് എന്ന് പറയുന്നത് 5y ആണ്. ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് y ആണ്. സം ഈസ് ഈക്വൽ ടു 180. അപ്പോൾ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യപ്പോൾ 6y ഈസ് ഈക്വൽ ടു 180 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് 6y ഈസ് ഈക്വൽ ടു 180 ആണ്. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 6 ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് 30 ഡിഗ്രി ആയിട്ട് കിട്ടും. അപ്പോൾ y ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി കിട്ടി. ഇനി നമ്മുടെ ഫിഗറിൽ Q എന്ന് പറയുന്നത് y ആണ്, S എന്ന് പറയുന്നത് 5y ആണ്. അപ്പോൾ നമുക്ക് ആംഗിൾ Q ഈസ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കാം? ആംഗിൾ Q ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആൻഡ് ആംഗിൾ എസ് അല്ലേ, അടുത്ത ആംഗിൾ എസ് എന്ന് പറയുന്നത് 5y ആണ്. ദാറ്റ് ഈസ് 5 ഇൻറ്റു 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. അപ്പം നമുക്ക് ആംഗിൾ പിയും ക്യൂവും ആറും എസും ആംഗിൾസ് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ട്രയാങ്കിൾ ABC AB ഈക്വൽ ടു AC. ഓക്കെ, ABയും ACയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ BAC മീൻസ് ദിസ് ആംഗിൾ ഈക്വൽ ടു 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. BC 5 സെൻറ്റിമീറ്റർ ആണെന്നുണ്ട്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ട്രയാങ്കിൾ ABC. ഓക്കെ, ട്രയാങ്കിൾ ABCയുടെ റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. പിന്നെ അതേ കണക്ക് ആംഗിൾ BOC ദാറ്റ് ഈസ് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അതേ കണക്ക് റൈറ്റ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ OBC എന്ന് പറയുന്ന ട്രയാങ്കിൾസിൻ്റെ ഈ എല്ലാ ആംഗിൾസ്, അതായത് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരപ്പോഴും ഫസ്റ്റ് നമുക്കറിയാമെന്നുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന ഇവിടെ ഒരു കോഡാണ്. ഓക്കെ, O എന്ന് പറയുന്ന സർക്കിളിൻ്റെ സെൻറ്ററാണ്. BC എന്ന് പറയുന്നത് ഒരു കോഡാണ്. അപ്പോൾ നമുക്ക് കോഡിൻ്റെ ഒരു റിലേഷനുണ്ട്. അതായത് കോഡിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് കോഡിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സിൽ നിന്ന്
സർക്കിളിൽ ജോയിൻ ചെയ്യുന്ന പോയിൻറ്റും ആംഗിളും അതേ കണക്ക് സെൻട്രൽ ആംഗിളും നമുക്ക് കോഡ് വൈസ് എടുക്കാം അല്ലെങ്കിൽ ആർക്ക് വൈസും എടുക്കാം. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ആർക്ക് ഓൺ ദി സർക്കിൾ, അതായത് ഇപ്പോൾ ബി സി എന്ന് പറയുന്ന ഒരു ആർക്ക്. ഓക്കെ, ആ ആർക്കിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സിൽ നിന്ന് സെൻട്രൽ ആംഗിളിലോട്ടും സർക്കിളിലോട്ടും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്സ് തമ്മിലുള്ള റിലേഷനുണ്ട്. ദാറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ആർക്ക് ഓൺ ദി സർക്കിൾ ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദാറ്റ് ആർക്ക്. അല്ലെങ്കിൽ തിരിച്ച് പറയാം, അതായത് ഈ ആർക്കിൽ നിന്ന് ഫോം ചെയ്യുന്ന ഇവിടുത്തെ ആംഗിൾ സെൻട്രൽ ആംഗിളിൻ്റെ കറക്റ്റ് ഹാഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ. ഓക്കെ, അപ്പം ഇവിടെ ബി എ സി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ബി സി എന്ന് പറയുന്ന ഒരു ആർക്ക് അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്ന കോഡ് രണ്ട് രീതിയിലും നമുക്ക് പറയാം. അപ്പം ബി സി എന്ന് പറയുന്ന കോഡിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സ് സർക്കിളുമായിട്ട് ജോയിൻ ചെയ്യുന്നതും സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യുന്നതും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ കറക്റ്റ് ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ആംഗിൾ ബി ഒ സി കണ്ടുപിടിക്കാം. ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് 2 × 2 ഇൻറ്റു ആംഗിൾ ഏതാണ്? ആംഗിൾ ബി എ സി ആണ്. ബി എ സിയുടെ കറക്റ്റ് ഡബിൾ ആയിരിക്കും ബി ഒ സി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2 × 30 ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് 2 × 30 60 ഡിഗ്രി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ആംഗിൾ ബി ഒ സി എത്രയായിട്ട് കിട്ടിയിട്ടുണ്ട്? 60 ഡിഗ്രി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ബാക്കി ആംഗിൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മളിതാ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾസ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ നിന്നാണ് ഇപ്പുറത്തോട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഞാനിപ്പോൾ സപ്പോസ് ഒയും എയും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഒയും എയും കൂടെ ജോയിൻ ചെയ്യാം. അവിടെ ഒ എ എന്ന് പറയുന്നതും റേഡിയസ് ആണ്, ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ട്രയാങ്കിൾ ബി ഒ എ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ, അതായത് ഒ എ എന്ന് പറഞ്ഞാലും ഒ ബി എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിരിക്കും. കാരണം റീസൺ എന്താണ്? റേഡിയസ് ആയതുകൊണ്ട്. അപ്പോൾ റേഡിയസ് ആയതുകൊണ്ട് ആ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പം നമുക്ക് ട്രയാങ്കിൾ ബി ഒ എ എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിളായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി എ ബി സി ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളിലോട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളിന് അത് ബൈസെക്റ്റ് ചെയ്യും. ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്നത് 15 ആയിരിക്കും, ഇവിടെ ഫോം ചെയ്യുന്നതും 15 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ബി എ ഒ എന്ന് പറയുന്ന ആംഗിൾ ബി എ ഒ എന്ന് പറയുന്നത് 15 ഡിഗ്രി ആണ്. ഓക്കെ, ബി എ ഒയും 15 ആണ്. അതേ കണക്ക് ആംഗിൾ ഏതാ? ആംഗിൾ സി എ ഒ എന്ന് പറയുന്ന ആംഗിളും 15 ഡിഗ്രി ആണ്. ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ എ ബി ഒ എന്ന് പറയുന്ന ആംഗിളാണ്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒ എയും ഒ ബിയും എന്താണ്? ഈക്വലാണ്, റേഡിയസ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഒ ബി എ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഒ ബി എ എന്ന് പറയുന്ന എന്ത് ട്രയാങ്കിളാണ്? ഐസോസിലസ് ട്രയാങ്കിളായിട്ട് എടുക്കാം. ഓക്കെ, ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം ഒ എയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഒ ബി എ എന്ന് പറയുന്നതും പിന്നെന്താ ഒ ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഒ എ ബി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഒ എ ബി അല്ലെങ്കിൽ ബി എ ഒ എന്നും കൊടുക്കാം. ഓക്കെ, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഓൾറെഡി ബി എ ഒ എന്തായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ട്? 15 ആണ്. അപ്പോൾ ഒ ബി എ ഈസ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കാം? 15. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര മെഷർമെൻറ്റ് കിട്ടും? 15 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചെയ്യാനുള്ളത് ഇതേ രീതിയിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഏതാ? ആംഗിൾ എ സി ഒ, അതും എത്ര തന്നെയാണ് വരുന്നത്? 15 ഡിഗ്രിയാണ്. നമുക്കിപ്പോൾ തൽക്കാലം എന്താ കണ്ടുപിടിക്കേണ്ടത്? റൈറ്റ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഒ ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. ഏതാ? ബി എന്ന ഒ ബി സി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒ ബി സി എന്ന ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ എ ബി സി എടുക്കുക. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി എടുക്കുക. ട്രയാങ്കിൾ എ ബി സി ഓൾറെഡി ഐസോസിലസ് ആണ്, കാരണം എ ബിയും എ സിയും ഈക്വൽ ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം സിൻസ് നമുക്ക് എന്തെടുക്കാം? എ ബി ഈക്വൽ ടു എ സി ആയതുകൊണ്ട് എ ബി ഈക്വൽ ടു എ സി ആണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? ഐസോസിലസ് ആണ്. ഐസോസിലസ് ആയതുകൊണ്ട് ഏതൊക്കെ ആംഗിൾസ് ആണ്? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും. ഓക്കെ, ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ആംഗിൾ
ഏതാ എ ബി സി ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആംഗിൾ ബി തന്നെയാണ്. എ ബി സി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണല്ലോ. ബിയും സിയും ഫുള്ളായിട്ട് അത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ഓൾറെഡി ആംഗിൾ എ 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ എ ബി സി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 180 മൈനസ് 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞെടുക്കാം. ഇതിൻ്റെ റീസൺ എന്താണ്? കാരണം നമുക്കറിയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നതാണ് 180 ഡിഗ്രി. അതിൽ നമുക്ക് ബിയും സിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് ഞാൻ അതിനെ എക്സ് എന്ന് പറഞ്ഞെടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആംഗിൾ എ 30 ആണ്. അപ്പോൾ 30 പ്ലസ് എക്സ് എത്രയാണ്? 2x ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? 180 ഡിവൈഡഡ് ബൈ 180 മൈനസ് 30 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ആംഗിൾ എ ബി സി നമ്മൾ എങ്ങനെ എടുത്തത്? 180 മൈനസ് 30 ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ആംഗിൾ എ ബി സി മീൻസ് ഈ ഫുൾ ആംഗിൾ 75 ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കേ, ആംഗിൾ ഒ ബി എ 15 ഡിഗ്രി ആണ്. ആംഗിൾ ഒ ബി സി നമുക്ക് അറിയത്തില്ല. അതായത് ഇപ്പോൾ ഈ ഒരു ആംഗിളും ഈ 15 ഡിഗ്രിയും കൂടെ സം ചെയ്യണതല്ലേ ടോട്ടൽ ആംഗിൾ ബി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ആംഗിൾ ബി എത്രയെന്നുണ്ട്? 75 ആണെന്നുണ്ട്. അപ്പോൾ നമുക്ക് ആംഗിൾ ഒ ബി സി, ഓക്കെ, ആംഗിൾ ഒ ബി സി എന്ന് പറയുന്ന ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ ബി എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് മറ്റേ 15, അതായത് ഒ ബി എ, ആംഗിൾ ഒ ബി എ മൈനസ് ചെയ്യുക. ആംഗിൾ ഒ ബി എ എന്ന് പറയുന്നത് ഓൾറെഡി 15 ഡിഗ്രി ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ആംഗിൾ ഒ ബി സി എത്രയായിട്ട് എഴുതാം? 75 മൈനസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പം നമുക്കിവിടെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഒ സി ബിയും എന്ത് തന്നെയായിരിക്കും? ഒ സി ബി എന്ന് പറയുന്ന ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളും എന്ത് തന്നെയായിരിക്കും? 60 ഡിഗ്രിയാണ്. അതിൻ്റെ റീസൺ എന്താണ്? കാരണം ഒ ബി എന്ന് പറഞ്ഞാലും ഒ സി എന്ന് പറഞ്ഞാലും റേഡിയസ് ആണ്. ഒ സെൻറ്റർ ഓഫ് ദ സർക്കിളാണ്. അപ്പോൾ ഒ ബി ഒ സി എല്ലാം എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് ആയതുകൊണ്ട് ഈ രണ്ട് സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ആയതുകൊണ്ട് നേരത്തെ അതേ കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഒ ബി സിയും ഒ സി ബിയും എന്തായിരിക്കും? ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ ഒ ബി സി എന്ന് പറഞ്ഞാലും ആംഗിൾ ഒ സി ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പം അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 60 ഡിഗ്രിയാണ്. ഓൾറെഡി നമ്മൾ ആംഗിൾ ബി ഒ സി എത്രയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? 60 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. മറ്റേ ഡബിൾ എന്നുള്ള രീതിയിൽ എടുത്തപ്പോൾ 60. അതായത് ട്രയാങ്കിൾ ഒ ബി സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിൾ ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. കാരണം അതിൻ്റെ എല്ലാ ആംഗിൾസും എത്ര വെച്ചിട്ട് കിട്ടി? അതിൻ്റെ ഈച്ച് ആംഗിൾസ് നമുക്ക് എന്തായിട്ട് എഴുതാം? ഈച്ച് ആംഗിൾ 60 ഡിഗ്രിയാണ്. ഓരോ ആംഗിളും 60 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളായിട്ട് കിട്ടി. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ബി സി നമുക്ക് 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ മൂന്ന് ആംഗിൾസും 60 ഡിഗ്രി ആണെങ്കിൽ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതായത് ബി സി ഈക്വൽ ടു ഒ സി ഈക്വൽ ടു ഒ ബി ആണ്. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി സി ഈക്വൽ ടു ഒ സി ഈക്വൽ ടു ഒ ബി. അല്ലെ ബി സി ഓൾറെഡി 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഒ സിയും ഒ ബി എന്ത് തന്നെയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഒ സി ഒ ബി ഒക്കെ എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? therefore the radius is equal to radius of the circle is equal to 5 centimeter. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സർക്കം റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ അകത്ത് നമ്മളൊരു പോളിഗൺ വരച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് സർക്കം റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻ ദ ഫിഗർ നമുക്ക് എ ബി ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സി ഡി ഈസ് പാരലൽ ടു ദ ഡയമീറ്റർ ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആണെന്നും ബി ഡി ഈ ഒരു മെഷർമെൻറ്റ് ബി ഡി 2 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് സി ഡി എന്ന് പറയുന്നതിൻ്റെ ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതായത് ഡിയിൽ നിന്ന് എ ബിയിലോട്ട് ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ, ഓക്കെ, 90 ഡിഗ്രി. അപ്പം അതിനെ നമുക്ക് പി എന്ന് വല്ല മാർക്ക് ചെയ്യാം. ഓക്കെ, പി എന്ന് പറഞ്ഞ പോയിൻ്റ് കൊടുക്കാം. അപ്പോൾ ഡി പി എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ ഫ്രം ഡി ടു എ ബി ആയിട്ട് എടുത്താം. ഇനി ഇത് നമ്മൾ എടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ 2 കോഡ്സിൻ്റെ കേസിൽ ഒരു റിലേഷൻ പഠിക്കുന്നുണ്ട്. അതായത് 2 കോഡ്സ്, അതായത് ഒരു സർക്കിളിൽ ഒരു ഡയമീറ്ററും
ഓക്കെ, ആ ഡയമീറ്ററിലോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലറായിട്ടൊരു കോഡ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു റിലേഷനുണ്ട്. ആ റിലേഷൻ ഇതാണ്, പി എ ഓക്കെ, പി എ ഇൻറ്റു പി ബി, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി ഡി സ്ക്വയർ. ഇതൊരു റിലേഷനാണ്. 2 കോഡ്സിൻ്റെ കേസിൽ പഠിക്കുന്നതാണ്. കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു സർക്കിൾ എടുക്കുക, സർക്കിളിലോട്ട് ഒരു കോഡെന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കണം. ആ ഡയമീറ്ററിലോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലറായിട്ടൊരു കോഡ് വരയ്ക്കുകയാണ്. ഓക്കെ, പെർപെൻഡിക്കുലറായിട്ട് കോഡ് മീൻസ് ഫുള്ളായിട്ട് വരും. പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഇതിപ്പോൾ എ ബി ആണ്, ഇത് പി ഡി ആണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ എ ബി ഇൻറ്റു പി ബി ഈക്വൽ ടു പി ഡി സ്ക്വയർ ആണ്. അപ്പോൾ ആ ഒരു റിലേഷനാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നും മെഷർമെൻറ്റ് അറിയത്തില്ല, പക്ഷേ പി ബി ഞാൻ സപ്പോസ് ടോട്ടൽ എ ബിയുടെ മെഷർമെൻറ്റ് 8 ആണെന്നറിയാം. അപ്പോൾ അതിന് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഈ പി ബിയെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, പി ബി എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പി എ എന്തായിരിക്കും? ടോട്ടൽ മെഷർമെൻറ്റ് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പി എ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 8 മൈനസ് എക്സ് ആയിട്ട് എടുക്കാം. കാരണം പി മുതൽ ബി വരെ എക്സ് ആണെങ്കിൽ ബാക്കി 8 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത് ഈ റിലേഷനിൽ കൊടുക്കുമ്പം പി യുടെ വാല്യൂ എക്സ് ആയിട്ടും പി ബിയുടെ വാല്യൂ എന്തായിട്ട് എടുക്കാം? 8 മൈനസ് എക്സ് ആയിട്ട് എടുക്കുക. 8 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പി ഡി സ്ക്വയർ. ഓക്കെ, ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ നമ്മളൊരു പെർപെൻഡിക്കുലറാണ് വരച്ചിട്ടുള്ളത്. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. അതായത് പി ബി ഡി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ. നമ്മൾ കറക്റ്റ് ഒരു പെർപെൻഡിക്കുലറാണ് വരയ്ക്കേണ്ടത് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യും. റൈറ്റ് ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ? അതായത് ഹൈപ്പോട്ടിനിയസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്, പൈതഗോറസ് തിയറം ഇതാണ്, ഹൈപ്പോട്ടിനിയസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഹൈപ്പോട്ടിനിയസ് എന്ന് പറയുന്നത്. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ ഏതാ വന്നാൽ 2 ആണ്. അപ്പോൾ നമ്മൾ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് ഇവിടെ എക്സ് ആണ്, പി ബി ആണ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് നമുക്കറിയത്തില്ല, ഓൾട്ടിറ്റ്യൂഡിനെ പി ഡി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, പി ഡി സ്ക്വയർ. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ പി ഡിയുടെ വാല്യൂ, പി ഡി സ്ക്വയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. പി ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ പി ഡി സ്ക്വയർ ഇതിനെ നമ്മൾ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. നമ്മൾ നോക്കി ഇക്വേഷൻ 1ലും പി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒരു വാല്യൂ ഉണ്ട്, അടുത്ത ഇക്വേഷൻ 2ലും പി ഡി സ്ക്വയറിൻ്റെ ഒരു വാല്യൂ. അപ്പോൾ നമ്മൾ ഈ 2 ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇക്വേറ്റ് ഇക്വേഷൻ 1 and 2 ഇക്വേറ്റ് ചെയ്യപ്പം നമുക്ക് പി ഡിയുടെ വാല്യൂവിൻ്റെ പ്ലേസിൽ ഈ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 8 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, അടുത്ത പി ഡിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിത് ജസ്റ്റ് സോൾവ് ചെയ്യപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 8x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ. അപ്പം നമുക്ക് ഇതിനെല്ലാം ഈക്വൽ ടു ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ 8x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 4 മൈനസ് ഇപ്പുറത്ത് വരുമ്പം പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. അപ്പം മൈനസ് എക്സ് സ്ക്വയറും പ്ലസ് എക്സ് സ്ക്വയറും ക്യാൻസൽ. അപ്പോൾ 8x മൈനസ് 4 ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് സോൾവ് ചെയ്യുമ്പം എക്സ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് കിട്ടും? 1/2. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടി? 1/2 എന്ന് പറഞ്ഞ് കിട്ടി. ഇതേ കേസിൽ തന്നെ നമുക്ക് സീരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ നമുക്ക് ഇനി എന്തും കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു മെഷർമെൻറ്റ് തിരിച്ചെടുക്കാം. സിമിലർലി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇതേ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിൽ കൊടുക്കുന്നതിന് പകരം ഇവിടെയാണ് നമ്മൾ ജസ്റ്റ് സപ്പോസിട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഓക്കെ, പെർപെൻഡിക്കുലർ വരച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യപ്പോൾ നമുക്ക് സപ്പോസ് ഇവിടെ നമുക്ക് ക്യൂ ആയിട്ട് എടുക്കാം. ക്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എ ക്യൂവിൻ്റെ മെഷർമെൻറ്റും ഇതേ രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? സിമിലർലി നമുക്ക് ഇതേ മെത്തേഡ് സി ക്യൂബ് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ എ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് 1/2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ എ ക്യൂ 1/2. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കേ, നമുക്ക് സി ഡിയുടെ മെഷർമെൻറ്റാണ് വേണ്ടത്. അപ്പോൾ എ ക്യൂ 1/2 ആണ്, പി ബി 1/2 ആണ്. ഓക്കെ, അപ്പം അത് രണ്ടും നമ്മൾ കറക്റ്റ് ഈ സിയിൽ നിന്ന് ഡിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചതാണ്. അപ്പോൾ ഈ സി ഡിയുടെ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ എ ബിയിൽ നിന്ന് ഈ 2 വാല്യൂസ് അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, കാരണം നമുക്ക് ആ ഫുൾ സി ഡി എന്ന് പറയുന്നതിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുക. ഈ ടോട്ടലിൽ നിന്ന് ഈ ഒരു പോർഷനും അങ്ങ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്ന ഈ ക്യൂ ബി എന്ന് പറയുന്നതാണ് സി ഡിക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ പി ക്യു ഫസ്റ്റ് നമുക്ക് പി ക്യു എന്നുള്ള ഫോം തന്നെ കണ്ടുപിടിക്കാം. പി ക്യു എന്ന് പറയുന്നത് ടോട്ടൽ എ ബിയിൽ നിന്ന് എ ബി മൈനസ് എന്തൊക്കെ ചെയ്യാം ഫിഗർ നിങ്ങൾ നോക്കിയോണം. പിന്നീട് എ ബിയിൽ നിന്ന് പി ബി പ്ലസ് എ ക്യു മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ടോട്ടൽ എ ബിയിൽ നിന്ന് ഈ പി ബി പ്ലസ് എ ക്യു മൈനസ് ചെയ്യുക. അപ്പോൾ രണ്ടും നമുക്ക് ഹാഫാണ് കിട്ടിയത്. അപ്പോൾ എ ബി 8 ആണ്. 8 മൈനസ് ഹാഫ് പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞ് കിട്ടും. ഹാഫ് പ്ലസ് ഹാഫ് 1 ആണ്. 8 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇനി ഈ പി ക്യൂന് ഇക്വലൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് സി ഡി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കാരണം സി ഡി ജസ്റ്റ് പാരലൽ ടു ദ ഡയമീറ്റർ ആണ്. പാരലൽ ആയതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തത്. അപ്പോൾ നമുക്ക് സി ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എടുക്കാം, സി ഡി എന്ന് പറയുന്നതും പി ക്യൂ ഈക്വൽ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ഫിഗർ എ ബി ആൻഡ് സി ഡി ഇത് രണ്ട് കോഡ്സ് ആണ്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പി എന്ന് പറയുന്ന പോയിൻറ്റുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് ഇഫ് എ ബി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, എ ബി 5 സെൻറ്റിമീറ്റർ ആണ്, പി ബി 3 സെൻറ്റിമീറ്റർ ആണ്, പി ഡി 2 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് സി ഡി. ഓക്കെ, സി ഡി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അപ്പം നമ്മൾ ഇതിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മളൊരു റിസൾട്ട് പഠിക്കുന്നുണ്ട്. അതായത് രണ്ട് കോഡ്സ് ഒരു എക്സ്റ്റീരിയർ പോയിൻറ്റുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന ഇതാണ് പി എ, അതായത് ഫുൾ ലെങ്ത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതാണ് കോഡ്സിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സി ഡിയുടെ വാല്യൂനെ അറിയത്തില്ല. അപ്പോൾ സി ഡിയെ സപ്പോസ് ടേക്ക് ഇറ്റ് as എക്സ്. സി ഡിയുടെ വാല്യൂനെ എന്തായിട്ട് എടുക്കുക, എക്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ പി എ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്, ടോട്ടൽ നമുക്ക് അറിയത്തില്ലെങ്കിലും നമുക്ക് പി ബി 3യും എ ബി 5 ആണെന്നുണ്ട്. രണ്ടും കൂടെ സം ചെയ്യുക. അപ്പോൾ പി എയുടെ വാല്യൂ 8 ആയിട്ട് കിട്ടും. അടുത്ത പി ബി ഓക്കെ 3 ആണെന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ ടു അടുത്തത് പി സി എന്ന് പറയുന്നത് പി സി പി മുതൽ സി വരെ നമുക്കത് ഫുള്ളായിട്ട് അറിയത്തില്ല. പക്ഷേ പി ഡിയുടെ വാല്യൂ 2 മറ്റും നമ്മൾ എക്സ് എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ അതിനെ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇൻറ്റു പി ഡി ഈസ് ഈക്വൽ ടു എന്തായിട്ട് അപ്ലൈ ചെയ്യുക 2. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടൊന്ന് ക്യാൻസൽ ചെയ്ത് അപ്പോൾ നമുക്കിത് 4 കിട്ടും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് സി ഡി ആണ്. അപ്പോൾ നമുക്ക് സി ഡി ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ എന്ന് എഴുതാം. സി ഡി ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഓക്കെ, നമ്മുടെ 5th ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90. നമുക്ക് ഈ ഫിഗറിൽ എക്സും ഈ ഇവിടുത്തെ ആംഗിൾ, അതായത് ആംഗിൾ എ സി ബിയും ഒ എ ബി ഈ രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കിവിടെ ഫസ്റ്റ് പറയാൻ പറ്റുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത് എ ബി ഒരു കോഡാണ്. അപ്പോൾ കോഡിൻ്റെ കോഡിൽ നിന്ന് ഫോം ചെയ്യുന്ന രണ്ട് എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് സെൻട്രൽ ആംഗിളിലോട്ട് ഫോം ചെയ്യുന്ന ആംഗിളും സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ആംഗിളും തമ്മിലുള്ള റിലേഷനുണ്ട്. അപ്പോൾ നമുക്ക് ആംഗിൾ എ സി ബി എക്സ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ ഒ ബി എത്ര ആയിട്ട് എടുക്കാൻ പറ്റും, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ടോയ്സ് ദ ആംഗിളിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ ഓക്കെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്നുള്ള കേസ് എടുക്കുമ്പോഴും നമുക്ക് 2 ഇൻറ്റു എക്സ് ആയിട്ട് ആംഗിൾ എ ഒ ബി എടുക്കാം. ഓക്കെ, ആംഗിൾ എ ഒ ബി ഇസ് ഈക്വൽ ടു 2x ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 2x ആയിട്ട് എടുക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ അതേ റിസൾട്ട് തന്നെ. ഒ എന്ന് പറയുന്നത് സെൻറ്ററാണ്. ഒ സെൻറ്റർ ആയതുകൊണ്ട് നമുക്ക് ഒ എയും ഒ ബിയും എന്താണ്, റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് ആയതുകൊണ്ട് അല്ല ദാറ്റ് ഈസ് ദേ ആർ ഈക്വൽ. ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾ ഒ എ ബി എന്തായിട്ട് മാറും, ഐസോസിലസ് ആണ്. അപ്പോൾ നമുക്ക് ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി ആണ്. ഓക്കെ, അപ്പോൾ ഒ എയും ഒ ബി ഈക്വൽ ആണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസൾട്ട് ആംഗിൾ ഒ എ ബി എന്ന് പറഞ്ഞാലും ആംഗിൾ ഒ ബി എ എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഒ എ ബി നമുക്ക് വൈ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആംഗിൾ ഒ ബി എയും വൈ ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിളും വൈ ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ഓക്കെ, ഇൻ ട്രയാങ്കിൾ എ ഒ ബിയോ ഒ എ ബി എങ്ങനെയെങ്കിലും. ഓക്കെ, ഈ ട്രയാങ്കിൾ എ ഒ ബി എടുക്കുക. അപ്പോൾ അതിൻ്റെ നമ്മൾ ട്രയാങ്കിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ 3 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നമുക്ക് ആംഗിൾ എന്തൊക്കെ എടുക്കാം, ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ ഒ എ ബി
പ്ലസ് ആംഗിൾ ഒ ബി എ. ഇതിൻ്റെ മൂന്നിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ആ മെഷർമെൻറ്റ് കൊടുക്കാം. ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ 2x ആണ്. അടുത്ത രണ്ട് നമുക്ക് y എന്ന് പറഞ്ഞാൽ കിട്ടിയത്. അപ്പോൾ 2x + y + y = 180 ഡിഗ്രി ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് 2x + 2y = 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് x + y 2 × x + y = 180 എന്ന് പറഞ്ഞെടുക്കാം. ഇനി നമ്മൾ 2 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന x + y = 180 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതും അതായിരുന്നു x + y = 90 ഡിഗ്രി എന്നാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിലൊരു ബെൽ ഐക്കണുണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.